ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലെ ഞാൻ അത്രയും പറഞ്ഞുകൊണ്ടായിരിക്കാം ഇന്നലെ ധാരാളം കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ കണ്ടു. താങ്ക് യു. എന്നും ഇത് നിലനിർത്തണം എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. ഓക്കെ, ഒരു ദിവസം ഞാൻ പറഞ്ഞു അതിൻ്റെ പേരിൽ ചെയ്തു എന്നുള്ളതല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മാക്സിമം. കാരണം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യുപകാരം എന്ന രീതിയിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും, നിർബന്ധം കൊണ്ട് വേണ്ട, ഹൃദയത്തിൽ നിന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ധാരാളം ആൾക്കാരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. ഞാനിന്നൊരു ഒരു 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 വഴിക്ക് വരെ പോയേക്കുമായിരുന്നു. അപ്പോൾ ആ ഡ്രൈവിങ്ങിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഓരോരോ സൈഡിലും നിർത്തി അപ്ഡേറ്റ് ചെയ്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ. ഇതാണ് 23,782 എന്ന് പറയുന്ന ഏകദേശം 150 പോയിൻറ്റിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ പോയി 23,336 ടെസ്റ്റ് ചെയ്തു. 23,336 പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ട്രേഡ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 23,336 അല്ലെങ്കിൽ 210 ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. ഇതിനകത്ത് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു. പക്ഷേങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ നമുക്കൊരു വകുപ്പില്ല, നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ബി ഫ്രാങ്ക്, നമ്മൾ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു അല്ലേ. ടച്ച് ചെയ്തു, മാർക്കറ്റ് തിരിച്ചൊന്ന് താഴോട്ട് വന്നു, മുകളിലോട്ട് പോകുന്നു, എങ്ങോട്ടും ഒരു ഇൻഡയറക്ഷണൽ ഏരിയ ആണ്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ കണ്ട ആരെങ്കിലും പിന്നെ പി എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പഴയ വീഡിയോകളിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ പറയുന്നത്, എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറയുമല്ലേ, റിയൽ ഫാക്ടറാണ് പറഞ്ഞു. ഞാൻ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്തിൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ഓപ്പോസിറ്റ് റിജക്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പഠിക്കാൻ വേണ്ടിയുള്ള സംഗതികളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, 2 ഓപ്പോസിറ്റ് റിജക്ഷൻ അടുപ്പിച്ച് ക്യാൻഡിലുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് ഞാൻ എൻ്റെ റിജക്ഷൻ ക്യാൻഡിൽ വീഡിയോയ്ക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ 23,336 വന്ന് ടച്ച് ചെയ്തു, മാർക്കറ്റ് ക്രോസ് ചെയ്ത് മുകളിൽ പോയി ഇല്ലേ. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ വീണത് ഒരു ഡോജിയാണ്. അതിനടുത്ത ക്യാൻഡിൽ വീണ് ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ഇല്ലേ. മുകളിൽ താഴോട്ട് സെല്ലിംഗ് പ്രഷർ വന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. രണ്ടാമത്തെ ക്യാൻഡിലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മൂന്നാമത്തെ ക്യാൻഡിലോ വീണ്ടും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം നമുക്കിവിടെ എന്താണ്, ഒരു കൺഫർമേഷൻ ഇല്ല, ഒരു ട്രേഡിന് വേണ്ടിയുള്ള ഒരു കൺഫർമേഷൻ നമുക്കില്ല. ഞാനിത് ചുമ്മാ തള്ളുകയല്ല, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. റിജക്ഷൻ ക്യാൻഡിലിലെ വീഡിയോ കണ്ടവർക്കറിയാം, അവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഓപ്പോസിറ്റ് ക്യാൻഡിലുകൾ റിജക്ഷനിൽ 2 ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ, ഡയറക്ഷൻ വരുവാണെങ്കിൽ നമുക്കവിടെ ട്രേഡ് ഇല്ല. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി ഇല്ലേ. 23,336 ബ്രേക്ക് ഔട്ട് നടത്തി മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഇവിടെ എൻട്രി കിട്ടിയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം കൃത്യമായിട്ടൊരു ബിഗിനറിന് എൻട്രി ഇല്ല. കാരണം നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ റിസ്ക് എടുത്തവർ സാധാരണ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നു എന്നുള്ള ധാരണയിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെങ്കിൽ തിരിച്ച് നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു എന്താ പറയുന്ന ഒരു ലൈൻ ഇവിടെ നമ്മൾ നേരത്തെ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ ഏരിയയിൽ പോയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് റിജക്റ്റ് ചെയ്തു, വീണ്ടും അവിടെ പോയി ടെസ്റ്റ് ചെയ്തു, വീണ്ടും റിജക്റ്റ് ചെയ്തു, വീണ്ടും പോകുന്നു, വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ വരച്ച വരയിൽ, അല്ലെങ്കിൽ ഈ വര ഒന്നുകൂടെ ആക്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് പ്രീവിയസ് ഒരു ഹൈ ആണ് അല്ലേ. ഈ പ്രീവിയസ് ഹൈയുടെ ഈ ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ കിട്ടും. പക്ഷേ ഇതാണ് നമ്മുടെ വര. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വര എപ്പോഴും ഒരു റേഞ്ചാണ്, ഒരിക്കലും ഒരു വരയല്ല എന്നുള്ള കാര്യം. അതിനുശേഷം മാർക്കറ്റ് പല പ്രാവശ്യം വന്ന് തട്ടി ആ ലൈനിൽ തന്നെ വന്ന് മാർക്കറ്റ് പര്യവസാനിച്ചു. അപ്പം ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റികൾ പലയിടത്തായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ട്. പക്ഷേ എത്രത്തോളം ആൾക്കാർക്ക് അത് മനസ്സിലാകും, കാരണം ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്, വാല്യൂകളുടെ നീളം കൂടുതലാണ്, വോളറ്റാലിറ്റി വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഇന്നത്തെ ദിവസം
ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് വളരെയധികം ബുദ്ധിമുട്ടല്ലേ. പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിജക്ഷൻ ക്യാൻഡിൽ, ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വേണമെങ്കിൽ നമുക്കിവിടെ ട്രേഡ് എടുക്കാമായിരുന്നു, ന്യായം ബുക്ക് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. വീണ്ടും തിരിച്ചു പോയി, വീണ്ടും ഇവിടെ സെല്ലിംഗ് പ്രഷർ വന്നു. നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ അവസരങ്ങളുണ്ട്, പക്ഷേങ്കിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂസ്ഡ് മാർക്കറ്റായിരുന്നു, വെരി കൺഫ്യൂസ്ഡ് മാർക്കറ്റായിരുന്നു. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്ക് അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അത് ആ കമൻറ്റ് ഇട്ട ആൾ വിവരമുള്ള ആൾ തന്നെയാണ് ഇട്ടത്, വിവരമില്ലാത്ത ആളല്ല. പുള്ളിക്ക് മാർക്കറ്റിനെ പറ്റി അറിയാവുന്ന ഒരു ട്രേഡറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സാറിൻ്റെ ലെവലുകളൊക്കെ അടിപൊളിയാണ്, പക്ഷേങ്കിൽ ആ മാർക്കറ്റിൽ ഈ ലെവലുകൾ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ വിരളമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം എൻ്റെ റീസൺ കൂടെ ഞാൻ പറയാം. എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്ഷൻ ബൈ ചെയ്യുന്ന പ്രൊഫഷണൽസ് ഒരിക്കലും വീക്ക്ലി എക്സ്പയറി ചൂസ് ചെയ്യാറില്ല. ആദ്യം അത് മനസ്സിലാക്കുക. നമ്മളെന്തുകൊണ്ടാണ് വീക്ക്ലി എക്സ്പയറി ചൂസ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ക്യാപിറ്റലേ ഉള്ളൂ. 10,000, 15,000, 25,000 അതിനകത്ത് കിട്ടുന്ന സ്ട്രൈക്കുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഒരു പ്രൊഫഷണലി നമ്മൾ ഓപ്ഷൻ ബൈ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വീക്കിലേക്കാൾ കൂടുതൽ അവരെപ്പോഴും മന്ത്ലി ഓപ്ഷൻസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ആഴ്ച മാറിയുള്ള ഓപ്ഷൻസ് ആയിരിക്കും അവർ സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാകുമ്പം ലെവലുകളിലെത്തിയാലും അവിടെ എന്ത് കളി കളിച്ചാലും അവർക്ക് കുറച്ചുകൂടെ സേഫായിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ, പ്രൊഫഷണൽസ് മന്ത്ലിയെ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാശില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മന്ത്ലി ഓപ്ഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ലെവലിനകത്തിൽ പ്രീമിയം DK വരുന്നൊരു വിഷയം ഉദിക്കുന്നില്ല. കൃത്യമായ ലെവലുകൾ നോക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാർ നമ്മളുടെ ഗ്രൂപ്പിൽ ഉണ്ട്. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ആ കമൻറ്റിൻ്റെ ബേസിൽ. ഓക്കെ, അപ്പോൾ നാളെ എന്താ ഇന്നത്തെ വീഡിയോയ്ക്ക് ലെങ്ത് വളരെ കുറവായിരിക്കും. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ RBI മോണിറ്ററി പോളിസി, അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. RBI മോണിറ്ററി പോളിസി വരുന്ന ദിവസമാണ് നാളെ രാവിലെ 10 മണിക്കാണ്. അപ്പോൾ ഇന്ന് എന്നോട് പലരും മെസ്സേജ് ചോദിച്ചു, സാറേ നാളത്തേക്കൊരു ഹെഡ്ജിങ് പൊസിഷൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് വേണ്ട എന്നാണ് പറഞ്ഞത്. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ രാവിലെ 10 മണിക്കാണ് RBIയുടെ മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും നമുക്കൊരു 3/4 മണിക്കൂറുകൂടെ ഉണ്ട്. അപ്പോൾ അതിനകം മാർക്കറ്റ് എങ്ങോട്ടും പോകാൻ വഴിയില്ല. അത് മോണിറ്ററി പോളിസി RBIയുടെ ഗവർണറിൻ്റെ പ്രസംഗം തുടങ്ങി കഴിയുമ്പോഴാണ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമുക്കതിനകത്തിൽ ഹെഡ്ജ് പൊസിഷൻ എടുത്തുകൊണ്ട് അർത്ഥമില്ല, വെറുതെ ഉരുക്കി കളയാനുള്ളതല്ല, വേറെ പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഇന്ന് രാത്രി വേറെ ഏതെങ്കിലും ബേസിൽ ഒരു വലിയ മൂവ് ഉണ്ടാകാനുള്ള സാധ്യത വരണം. അതിപ്പോൾ ഡൗ ജോൺസ് കിടന്ന് കൂടി കളിക്കുന്നു, എന്തുമായി തീരുമെന്ന് നമുക്കറിയത്തില്ല. ഒരു പിടുത്തവും ഇല്ലാതെ ഓൾ ടൈം ഹൈ പിന്നെയും അടിച്ച് മുകളിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നാളത്തെ കാര്യം നമുക്ക് വരാം. അപ്പോൾ നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടിയത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലേഷൻ നമുക്ക് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ RBI എന്താ ചെയ്യേണ്ടത്? അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം. ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതയില്ല, പോസ് ചെയ്യാനുള്ള സാധ്യതയില്ല. സ്റ്റാറ്റസ് കോ, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള പൊസിഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് RBIയുടെ മുന്നിലുള്ള വഴി വന്നത്. അപ്പോൾ തന്നെ അങ്ങനെ സ്റ്റാറ്റസ് കോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള അതേ സംഭവം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RBIയുടെ വായിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫോർകാസ്റ്റ്, അതായത് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറയുമല്ലോ ഗവർണർ, കുറേ വ്യക്തത വരുത്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള സൊല്യൂഷൻസ് പറയും, അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ എക്കണോമി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിയൊക്കെ വളരെയധികം വീക്കായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ സേഫ്റ്റി മെഷേഴ്സാണ് RBI എടുക്കാൻ പോകുന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാർക്കറ്റ് സാഗൂതം ഇങ്ങനെ നാളെ വീക്ഷിക്കും. എന്താണ് RBI എടുക്കാൻ പോകുന്ന തീരുമാനം? ആ തീരുമാനത്തെ അനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ സഞ്ചാരം. ബാക്കി എക്സ്റ്റേണൽ കാര്യങ്ങൾ, ഗ്ലോബലിയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം അവിടെ മാറി നിൽക്കും. നാളെ RBI ഗവർണർ എന്ത് പറയുന്നു അതിനനുസരിച്ചായിരിക്കും നാളെ മാർക്കറ്റ് ചലിക്കാൻ പോകുന്നത്. ഇനി എൻ്റെ വേർഷൻ പറയാം. ഇനി അതിനകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, RBI ഗവർണർ പറയാൻ പോകുന്നത് കുറേ സേഫ്റ്റി, എൻ്റെ വേർഷനാണ് പറയുന്നത്,
ഓക്കെ, ഞാൻ വലിയ സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല. എൻ്റെ പരിമിതമായ അറിവും ഇതിനകത്തിൽ ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ അറിവിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നതായുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇതിങ്ങനെ സംഭവിക്കണമെന്നില്ല, എങ്കിലും എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ RBI നാളെ പ്രഖ്യാപിക്കാൻ പോകുന്ന സേഫ്റ്റി മെഷേഴ്സ്. ഓക്കെ, ഇൻഫ്ലേഷൻ കൂടാൻ പോകുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടാൻ പോകുന്നതുകൊണ്ട് എന്തൊക്കെ മെഷേഴ്സാണ്, അതിനെതിരെ ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് RBI എടുക്കാൻ പോകുന്ന സ്റ്റെപ്പുകൾ എന്നുള്ളത് പിന്നെ ഗവർണർ പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇനി മൺസൂൺ വരാൻ പോവാണ്. ഓക്കെ, മൺസൂൺ മഴ കൂടിയാൽ പ്രശ്നം, കുറഞ്ഞാൽ പ്രശ്നം. അത് നമ്മുടെ വിളവിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എങ്ങനെയാണ് അതിൻ്റെ ഫോർകാസ്റ്റ്, മൺസൂൺ കുറവായിരിക്കുമോ, ഇപ്രാവശ്യം കൂടുതലായിരിക്കുമോ എന്നുള്ളതിനെപ്പറ്റി സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങളുടെ ഒക്കെ വിലക്കയറ്റം, സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടോ, അല്ലെങ്കിൽ വില കുറവുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമ്മുടെ എക്കണോമി ബാധിക്കാൻ പോകുന്നത്, നിലവിലുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ എക്കണോമിയുടെ ഫോർകാസ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗവർണർ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വച്ചിട്ട് ഗവർണർ പറയുന്നത് ഒരു സോഫ്റ്റൻ രീതിയിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു എന്താ പറയുക, വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്, വലിയ കുഴപ്പമില്ല, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. അല്ല, നമ്മൾ കുറച്ച് ക്രൈസിസിലാണ്, ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇൻഫ്ലേഷൻ ഇനിയും ഇൻഫ്ലേഷൻ മേലോട്ട് പോവുകയാണ്, നമ്മൾ ഇനി ഇൻഫ്ലേഷൻ ഇതിനേക്കാൾ ഇപ്പം 5 നമ്മൾ പ്രതീക്ഷിച്ചേക്കുന്നത്, 4.85 ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അല്ല, ഇനിയും അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ, അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറുകളിൽ 5 മുകളിൽ ഇൻഫ്ലേഷൻ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വല്ലതും RBI ഗവർണർ പറഞ്ഞു വെച്ചാൽ അതിനെ, ആ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം? RBIക്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വരും, ഇല്ലേ? കൂട്ടേണ്ടി വരുമ്പം എക്കണോമിയിലേക്കുള്ള പണമൊഴുക്ക് കുറയും. അത് ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് മാർക്കറ്റ് നെഗറ്റീവായിട്ട് എടുക്കും. അങ്ങനെയാകുമ്പോൾ അത് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ വലിയ 200, 300, 400 പോയിൻറ്റിൻ്റെ ക്യാൻഡിലുകളൊക്കെ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നാളെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാവൂ. എന്തായാലും 10 മണിക്ക് ശേഷം സേഫ് ട്രേഡേഴ്സ്, 10 മണിക്ക് ശേഷം RBI മോണിറ്ററി പോളിസിയുടെ RBI ഗവർണറുടെ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷൻ വന്നതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്, ഇൻഫ്ലേഷൻ ഇനിയും അടുത്ത ക്വാർട്ടറുകളിൽ, അടുത്ത മാസങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഇൻഫ്ലേഷൻ്റെ ഗതി എന്തായിരിക്കും എന്ന് RBI ഗവർണർ പറയുന്നതിനനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെ ഇൻഫ്ലേഷൻ കൂടുമെന്നുള്ള പ്രതീതി വരുവാണെന്നുണ്ടെങ്കിൽ RBIക്ക് എന്തായാലും റേറ്റ് കൂട്ടിയേക്കത്തുള്ളൂ. അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, നമ്മുടെ ലോണുകളുടെയും വെഹിക്കിൾ ലോണിൻ്റെയും വീട് ലോണിൻ്റെയും ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അപ്പോൾ പല പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അങ്ങനെയാകുമ്പോൾ നാളെ എന്തായാലും മോണിറ്ററി പോളിസി വാച്ച് ചെയ്യുക, ഗവർണർ എന്ത് പറയുന്നു എന്നതിനെ ആശ്രയിച്ച് നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് നോട്ടിലാണ്, 50 to 50 പോയിൻറ്റിന് മുകളിലൊക്കെയാണ്, ഒരു പോസിറ്റീവ് മോഡിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നാളെ നമുക്ക് നോക്കാനുള്ളത്, നാളെ ഒരു പക്ഷേ 25,500 മുകളിലാണ് ഗ്യാപ്പ് അപ്പ്. ഒരു സപ്പോസ് നാളെ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, 25,500 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഈ 23,500 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ ഇത് നിലനിർത്തുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ നിലനിന്ന് നാളെ 23,500 മുകളിൽ ഡേ ക്യാൻഡിൽ, നാളെ 23,500 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,800 വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീണ്ടും ഞാൻ പറയുന്നു, 23,500 മുകളിൽ നാളെ നിലനിൽക്കുകയും ഡേ ക്യാൻഡിൽ 23,500 മുകളിൽ ക്ലോസിങ് കിട്ടുകയും ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് 23,800 പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നും FISൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് എപ്പോഴും ഇട്ട് കാണിക്കുന്നില്ല, 91%. ഇന്നലെ 92 1% കുറച്ചു. പക്ഷേ അതിന് പകരം പ്രോ 2% കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ 91% ഷോർട്ട് സൈഡ് നിൽക്കുമ്പം
മാർക്കറ്റിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് വന്നാൽ ഓക്കെ മാർക്കറ്റിലൊരു ഷോർട്ട് കവറിങ് റാലി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചില്ലറ റാലി അല്ലായിരിക്കും, നല്ല രീതിയിൽ മാർക്കറ്റിനെ മുകളിലോട്ട് പുഷ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ പറയുന്ന പോലെ തന്നെ 23,800 മാർക്കറ്റ് എത്തും. അതിനുശേഷം 24,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോൾ ഈ ഷോർട്ട് കവറിങ് റാലി നടന്നാൽ. കാരണം മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ട് അല്ലെങ്കിൽ RBI ഒരു പോസിറ്റീവ് നോട്ട് കൊടുക്കുകയും ഗ്ലോബലി ഒരു പോസിറ്റീവ് മൊമെൻറ്റം വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് സൈഡ് നിൽക്കുന്നവരൊക്കെ അവരുടെ പൊസിഷൻസ് അവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ മാർക്കറ്റ് ഒരു ബൈ പ്രഷർ വരും. അങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയാണ്. അങ്ങനെ ഷോർട്ട് കവർ ചെയ്ത് ഒരു പക്ഷെങ്കിൽ മാർക്കറ്റിനെ മുകളിലോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യത വീണ്ടും അടിവരയിട്ട് പറയുന്നു, സാധ്യത ഇപ്പം നിലവിലെ അവസ്ഥ വെച്ചിട്ട് കാണാൻ സാധ്യതയുണ്ട്. എപ്പോൾ 23,500 മുകളിൽ നിലനിൽക്കുകയും ഡേ ക്യാൻഡ് 23,500 മുകളിൽ ക്ലോസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 23,200 പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമുക്ക് പറയാനുള്ളത്. നാളെ ഇനിയല്ല 23,500 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ്. ഇപ്പം ഈ ക്യാൻഡിൽ ക്ലോസിങ് ഇവിടെ ആണെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,416 ഈ ഏരിയയിലാണ്, തൊട്ട് താഴെ ഈ ലൈനിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ 23,336 ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക, ഇവിടെ വന്ന് എന്ത് സംഭവിക്കും നോക്കുക, അല്ലെങ്കിൽ ഈ 23,500 എന്ത് സംഭവിക്കും നോക്കുക. അങ്ങനെ നോക്കി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ട്രേഡിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാവൂ. ഓക്കെ, അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, സാറേ സെൻസെക്സിൻ്റെ കാര്യം മറന്നുപോലെ, ഞങ്ങൾ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവരാണ് എന്ന് ധാരാളം ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് സെൻസെക്സിനെ കൂടെ നമ്മൾ അങ്ങ് ഉൾപ്പെടുത്തുകയാണ്. സെൻസെക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിൽ തന്നെയാണ്. നോക്കിക്കേ എന്ത് ക്ലിയർ, സെൻസെക്സ് ഒന്നും നോക്കാറേ ഇല്ല, പക്ഷെ നമ്മുടെ വര എന്ത് മനോഹരമായിട്ടാണ് റെസ്പെക്ട് ചെയ്യുന്നത്. നോക്കി കണ്ടോ, ആ വരയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഫ്ലാറ്റ് നോട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് 352 മുകളിലോട്ട് പോയാൽ താഴെ 73,625. ഇനിയും ഇപ്പം ഞാൻ അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 75,352 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ ഈ ലൈന് 352 അടുത്തടുപ്പിച്ച് നമുക്ക് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് സെൻസെക്സ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോലെ. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നാളെ RBIയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വോളറ്റാലിറ്റി ഉണ്ടാകാൻ പോകുന്നത് എവിടെയാണ്? ബാങ്ക് നിഫ്റ്റിക്കാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. 54,759 53,589 ഇതായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട 2 ലെവലുകൾ. എങ്ങോട്ട് പോകുന്നു ആ വഴിക്ക് ബാങ്ക് നിഫ്റ്റി പോകും. അതുകൊണ്ട് സൂക്ഷിക്കുക. ലെവലുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയുന്നത്. മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മിഡ് ക്യാപ്പ് ഇന്ന് കുറച്ച് ശോകമായിരുന്നു. കാരണം രാവിലെ ഈ സാധനം BSE നേരെ താഴെ പോയതിന് ശേഷമാണ് മുകളിലോട്ട് വന്നത്. ബാക്കിയുള്ള സ്റ്റോക്കുകളും വലിയ തരക്കേടില്ലാതെ മിഡ് ക്യാപ്പിനകത്തിൽ ഇന്ന് പെർഫോം ചെയ്തു. നോക്കിക്കുക, കൊമിൻസ് 95%, 95 പോയിൻറ്റ് മുകളിലോട്ട് കയറി. ഹീറോ മോട്ടോകോപ്പ് 41 പോയിൻറ്റ്, BSE 67 പോയിൻറ്റ്, ഡിക്സൺ 261 പോയിൻറ്റ്. അപ്പം ടോട്ടലി ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. ആ പോസിറ്റീവ്നെസ് ആണ് നമുക്ക് മിഡ് ക്യാപ്പിൽ നമ്മൾ കണ്ടത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ മുകളിലോട്ട് പോയി, പിന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു, പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നാളെ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 14,222 മുകളിൽ നിലനിൽക്കുന്നുണ്ടോ BSE നോക്കുക. 2 കാര്യം നോക്കിയാൽ മതി. 14,222 മുകളിൽ മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ടോ, BSEയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇത് രണ്ടും നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തേക്കുള്ള കാര്യം. എന്തായാലും 10 മണി വരെ കടിച്ചു പിടിച്ച് നിൽക്കുക. 10 മണിക്ക് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, സേഫ് ട്രേഡേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. റിസ്ക് ഉള്ളവർക്ക് എന്ത് വേണേൽ കാണിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ കാശ്, നിങ്ങളുടെ ലാഭം, നിങ്ങളുടെ നഷ്ടം, അത് നിങ്ങൾ സഹിക്കുക. അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.